ഗംഗയെ സത്യമെല്ലാം അറിയിക്കാമെന്ന് കരുതിയിട്ടും ഒന്നും നടന്നില്ലല്ലോ. അച്ഛൻ വിഷമിക്കണ്ട. ഗംഗയ്ക്ക് ഇപ്പോഴുള്ള തെറ്റിദ്ധാരണയൊക്കെ തീർച്ചയായും ഒരു ദിവസം മാറുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നന്ദിനി, എന്തു പറ്റി? ചെമ്പകസിദ്ധന്റെ ആത്മാവിന് എന്നോട് എന്തോ പറയാനുണ്ട്. എന്തോ ആപത്ത് സംഭവിക്കുന്നുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അച്ഛാ. ഞാനും നിന്റെ കൂടെ വരാൻ നന്ദിനി. വേണ്ട, ഗംഗ ഉണ്ടാക്കിയ മനോവിഷമം അച്ഛൻ ഇനിയും മാറിയിട്ടില്ല. അച്ഛൻ അനുഗ്രഹിച്ചാ മതി. ഞാൻ പോയിട്ട് എത്രയും പെട്ടെന്ന് വരാം. നന്ദിനി, നന്ദിനി, ചെമ്പകസിദ്ധന്റെ ആത്മാവ് കാണിച്ച സ്ഥലം ഇതാണ്. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചത്? കാരണമില്ലാതെ രുദ്രാക്ഷം ഇങ്ങനൊരു സൂചന കാണിക്കില്ല. മരത്തിന്റെ ചുവട്ടിൽ നിന്നപ്പോ എന്തോ ഒരു ചലനം സംഭവിച്ചല്ലോ. എന്തായിരിക്കും അത്? ആ വേരുകൾക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയല്ലോ. അപ്പോൾ അതിൽ എന്തോ ഒരു ദുരൂഹത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെയായിരുന്നല്ലോ. നന്ദിനി, നന്ദിനി, ഞാനിവിടെ തീയിൽ അകപ്പെട്ടു പോയിരിക്കുക. എന്നെ വന്നൊന്ന് രക്ഷിക്കണേ.
മായശക്തി പിന്നീട് പിടികൂടാ. ആദ്യം ഭൈരവിയെ രക്ഷിക്കാം. ഒരുപാട് നന്ദിയുണ്ട് നന്ദിനി. തക്ക സമയത്ത് തന്നെ നീ വന്നെന്നെ രക്ഷിച്ചല്ലോ. നിങ്ങളെങ്ങനെ മായശക്തിയുടെ പിടിയിലായത്? മായശക്തിയായി മറിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയപ്പോഴാ ആ മായശക്തി എന്നെ ഈ മരത്തിൽ ബന്ധിച്ചു നിർത്തിയത്. ആ മായശക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ആരാണെന്ന് കണ്ടുപിടിക്കപ്പെടുമെന്ന് വന്ന നിമിഷത്തിലാ ആ ശക്തി വേരുകൾ ഉപയോഗിച്ച് എന്നെ ബന്ധിച്ചിട്ട് രക്ഷപ്പെട്ടു പോയത്. നീ വിഷമിക്കേണ്ട നന്ദിനി. ഇപ്പോ ആ മായശക്തിയായി തുടരുന്ന പുരുഷോത്തമൻ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷേ നമ്മളിപ്പോ ആ മായശക്തിയുടെ അടുത്തെത്തി കഴിഞ്ഞു. അധികം വൈകാതെ ആ പുരുഷോത്തമൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനെക്കുറിച്ച് ഓർത്ത് നീ ഇങ്ങനെ വിഷമിക്കാതെ. ശരി, വാ നമുക്ക് പോകാം. മായശക്തിയായ പുരുഷോത്തമനെയോ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. രാജശേഖരന്റെ കൈവശമുള്ള കാലചക്രമെങ്കിലും തിരിച്ചെടുത്തോ നീ? അതിനെനിക്ക് കഴിഞ്ഞില്ല ഭൈരവി. പക്ഷെ ആ രാജശേഖരനെ ഞാൻ കൊന്നു. രാജശേഖരനെ കൊന്നുകളഞ്ഞെന്നോ? എന്തിനാ നന്ദിനി നീ അങ്ങനെ ചെയ്തത്? രാജശേഖരൻ നാഗനന്ദിയൻ എന്നൊരാളെ കൊണ്ട് സന്ധ്യയെ കൊന്നുകളഞ്ഞു. അതിന് പ്രതികാരം എന്നോണമാണ് രാജശേഖരനെ ഞാൻ കൊന്നത്. അല്ല, രാജശേഖരനെ സഹായിക്കാൻ വേണ്ടിയല്ലേ ആ മാധവി അവിടെ ഉള്ളത്? അവൾ അവിടെ ഉള്ളപ്പോ ഇങ്ങനെ പുതുതായി നാഗനന്ദിയൻ എന്നൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? അവൻ ആരാ? നാഗനന്ദിയൻ നാഗവംശത്തിൽപ്പെട്ടവനാണ്. ഇപ്പൊ അവനും എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധവിക്കും മായശക്തിക്കും എതിരെയാണ് നമ്മൾ ഇത്രയും നാൾ പോരാടിയത്. ഇപ്പൊ നിന്റെ നാഗവംശത്തിൽ നിന്ന് തന്നെ നിനക്കൊരു എതിരാളി വന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ നന്ദിനി. ഇപ്പൊ എന്തായാലും നിങ്ങൾ തിരിച്ചു വന്നല്ലോ. എനിക്ക് കൂടുതൽ ശക്തി ആർജിച്ച പോലെയുണ്ട്. നമുക്ക് പോവാം. വാ. നന്ദിനി എന്താ ഇതുവരെയും കാണാത്തത്? വാ നന്ദിനി, നിന്നെ കാണാതെ പേടിച്ചിരിക്കുകയായിരുന്നു. വാ ഭൈരവി, കുറച്ചായല്ലോ നിന്നെ കണ്ടിട്ടെ. ചെമ്പകസിദ്ധൻ നൽകിയ രുദ്രാക്ഷം ഏതോ പുരുഷോത്തമനിലേക്ക് സൂചന നൽകുന്നുവെന്ന് പറഞ്ഞല്ലേ പോയത്? എന്നിട്ട് പുരുഷോത്തമനെ പറ്റി നിനക്കെന്തെങ്കിലും വിവരം കിട്ടിയോ? എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? മായശക്തിയായിരിക്കുന്ന പുരുഷോത്തമനെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ കാട് മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് അവൻ വസിക്കുന്ന സ്ഥലം ഏതാണെന്ന് കണ്ടെത്തിയത്. അവൻ ആരാണെന്ന് മനസ്സിലാക്കുമെന്ന് വന്ന നിമിഷത്തിൽ അവൻ എന്നെ ബന്ധിച്ച് കടന്നു കളയാനുണ്ടായത്. എനിക്കവിടുന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. അതാ നന്ദിനിയുടെ കൈവശമുള്ള ചെമ്പകസിദ്ധന്റെ രുദ്രാക്ഷം ഉപയോഗിച്ച് ഞാൻ ആപത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് നന്ദിനിയെ അറിയിക്കാൻ ശ്രമിച്ചത്. നന്ദിനി ഞാൻ അകപ്പെട്ടിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കെത്തി എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ നന്ദിനിയാലും പുരുഷോത്തമൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. പുരുഷോത്തമൻ ഇപ്പോൾ നമ്മിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കാം, പക്ഷെ ഏറെക്കാലം അവനതിനാവില്ല. നീയൊരു പ്രശ്നവും കൂടാതെ രക്ഷപ്പെട്ടല്ലോ, അത് മാത്രം മതി. ഇതുവരെ മായശക്തിയായി ചുറ്റിത്തിരിഞ്ഞ പുരുഷോത്തമനെ അല്പസമയത്തേക്കെങ്കിലും നമുക്ക് നിയന്ത്രിക്കാനായല്ലോ. അത് നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യ പടിയാണ്. പുരുഷോത്തമൻ ആരാണെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. ആ വിശ്വാസം തന്നെ നമുക്ക് ഊർജം പകരും. എനിക്കും വിശ്വാസമുണ്ട്, പക്ഷെ വരുന്ന പൗർണമിക്ക് മുൻപേ
നമ്മുടെ ലക്ഷ്യം നേടിയെടുത്തേ മതിയാകൂ. അത് മറക്കണ്ട. നിങ്ങൾ അതോർത്ത് വിഷമിക്കാതിരിക്കെ. നന്ദിനിക്ക് യാതൊരു ആപത്തും വരുത്താതെ ഞാൻ കൂടെയുണ്ടാവും. പൗർണമിക്കുള്ളിൽ ആ പുരുഷോത്തമൻ ആരാണെന്ന് കണ്ടുപിടിച്ച് അവന്റെ കൈവശമുള്ള ആ 2 കാലചക്രങ്ങളും തിരികെ വാങ്ങി കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിക്കാനായി എന്നാൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. പൗർണമിയുടെ അന്ന് എന്ത് തടസ്സമുണ്ടായാലും നന്ദിനി അവളുടെ ലക്ഷ്യത്തിലെത്തിയിരിക്കും. നീ പറയുന്നത് നടക്കും. എല്ലാത്തിനും കറുപ്പൻ സ്വാമി ശക്തി തരും. ഇനി ഞാൻ ആ പുരുഷോത്തമൻ വസിക്കുന്ന കാട്ടിൽ തന്നെയാ കഴിയാൻ പോകുന്നേ. അടുത്ത തവണ അവൻ എന്റെ കൺമുന്നിൽ എപ്പോ വന്ന് പെടുന്നുവോ അതിനുശേഷം ഞാൻ അവനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. എന്താ ഇത്? വന്നിട്ട് അധിക നേരമായില്ലല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അച്ഛ, എന്നാ പിന്നെ ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കാൻ പറ. അച്ഛന്നല്ലേ വിളിച്ചത്? ഇതെന്താ പുതുതായി അങ്ങനെ വിളിക്കുന്നേ? അല്ല, അതിനൊരു കാരണമുണ്ട്. എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. വേണ്ട നന്ദിനി, നീയായിട്ട് ഇതാരോടും പറയണ്ട. ഇവിടെ വന്ന് ഭൈരവി എന്റെ ലക്ഷ്യം നിറവേറ്റാൻ സഹായിക്കാമെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഭൈരവി നമുക്കൊരു അന്യയല്ല. എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഭൈരവി അറിഞ്ഞിരിക്കണോ അച്ഛാ? നമ്മുടെ കാട്ടമ്മയുടെ ക്ഷേത്രത്തിൽ ഞാനും എന്റെ അമ്മയും ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയാലോ. എന്നാൽ അമ്മ അവിടെ എത്തുന്നതിന് മുൻപ് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ല. അതെല്ലാം അറിഞ്ഞാലേ ഞാൻ വിളിച്ചതിന്റെ അർത്ഥം മനസ്സിലാകൂ. ഈ ലോകം ഒരുപാട് ത്യാഗങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷെ അങ്ങ് ചെയ്ത ഈ ത്യാഗം പോലെ ആരും ചെയ്തു കാണില്ല. കറുപ്പൻ സ്വാമിയെപ്പറ്റി വാതോരാതെ സംസാരിച്ചു കേട്ടപ്പോഴെല്ലാം അവിടുത്തെ മാസ്മരികതയിൽ ഞാൻ ഭ്രമിച്ചു പോയിട്ടുണ്ട്. ഒരിക്കലും അങ്ങയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കഥനകഥ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അങ്ങയോടുള്ള വിശ്വാസത്താൽ കൂടെ വന്ന പാർവതിയമ്മയെ സംരക്ഷിക്കുവാനായി സ്വന്തം കുടുംബത്തെ പോലും വേണ്ടെന്ന് വെച്ചത് മാത്രമല്ല, പുരുഷന്റെ രൂപം തന്നെ വേണ്ടെന്ന് വെച്ച് അങ്ങിങ്ങനെ ജീവിക്കുന്നില്ലേ? ഇത് മറ്റാർക്കാണ് സാധിക്കുക? നിങ്ങൾ വിളിച്ച ഉടനെ കറുപ്പൻ പ്രത്യക്ഷപ്പെട്ടതിന്റെ കാരണം അന്നെനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ എല്ലാം ഇപ്പൊ എനിക്ക് ബോധ്യമായി. ദൈവത്തിന്റെ സ്നേഹവും അനുഗ്രഹവും പലരും വരമായി ചോദിച്ചു വാങ്ങിയിട്ടുള്ളതാ. എന്നാൽ അങ്ങ് ജീവിതം കൊണ്ട് നേടിയെടുത്തതാണ്. സർവപൂർണ്ണ യോഗിനിയാണെന്ന ഗർവ് ഉള്ളിലുള്ളതിനാൽ എന്നെക്കാളും മികച്ചതായി മറ്റാരുമില്ലെന്ന് തന്നെയാ ഇത്രയും കാലം ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇപ്പോ അങ്ങയുടെ ജീവിതാനുഭവങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ
ഞാനെങ്ങും ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലായി. എനിക്കുണ്ടായിരുന്ന അഹങ്കാരമൊക്കെ ദൂരേക്ക് മറിഞ്ഞിരിക്കുക. അങ്ങയുടെ കൈകൊണ്ട് അല്പം ഭസ്മം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കല്പം പ്രസാദം തരൂ അമ്മേ. എന്താ മടിച്ചു നിൽക്കുന്നത്? എനിക്കൊരല്പം ഭസ്മം തന്നൂടെ? കറുപ്പൻ സ്വാമിക്ക് ഞാൻ എങ്ങനെയാ, അതുപോലെ തന്നെയാ ചെല്ലാനമ്മയ്ക്ക് നീയും. അനുഗ്രഹവും പ്രസാദങ്ങളും കൊടുക്കേണ്ടവളാ, അല്ലാതെ വാങ്ങേണ്ടവളല്ല നീ. നിന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വെറുപ്പും അകറ്റി കാട്ടമ്മയെന്ന ചെല്ലാനമ്മയെ സ്മരിച്ച് നന്ദിനിയുടെ ഭാഗത്ത് നിന്ന നിമിഷം തന്നെ കറുപ്പന്റെ സ്വന്തക്കാരിയായി മാറി നീ. നീ കറുപ്പന്റെ സ്നേഹം ചോദിച്ചു വാങ്ങേണ്ടവളല്ല, അതെന്നും നിന്നോടൊപ്പം തന്നെയുണ്ട്. ചെന്ന് ഭസ്മം എടുത്തോളൂ. ജാനകി, എന്തിനാ ഇങ്ങനെ ചരടത്തിനെ നോക്കി നിൽക്കുന്നേ? എടാ, സർഗത്തുൽ ഭാഷാബായി മന്ത്രിച്ചു തന്ന ഈ മാന്ത്രിക ഏലസ് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം ആ ജാനകിയുടെ ആത്മാവിന് നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അച്ഛൻ ഈ പറയുന്നൊക്കെ ഒരു കണക്കിന് ശരി തന്നെയാ, പക്ഷെ ആത്മാവിന്റെ കാര്യം ആയതുകൊണ്ട് എവിടെയോ ചെറിയൊരു പേടി. എടാ, സർഗത്തുൽ ഭായി അങ്ങനെ സാധാരണക്കാരനൊന്നുമല്ല. ആത്മാവിനെ പിടിക്കുന്ന കാര്യത്തിലെ ജഗജിലനാ. നിനക്കങ്ങനെ സംശയമുണ്ട്, നീ ഒന്ന് പരീക്ഷിച്ചു നോക്കടാ. എന്നാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ അച്ഛാ. ധൈര്യമായിട്ട് ടെസ്റ്റ് ചെയ്തോളാം മോനെ. ശരി അച്ഛാ. എടി ജാനകിയുടെ ആത്മാവേ, ധൈര്യം ഉണ്ടെങ്കിൽ വാടി. നീ എവിടെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. അന്ന് നീ റൂമിൽ വെച്ച് ഞങ്ങൾ തല്ലിയില്ലടി. ഇന്ന് രണ്ടിലൊന്നും അറിയാൻ വേണ്ടി തന്നെയാ ബായുടെ അടുത്ത് ഏലസം കെട്ടി ഞങ്ങൾ വന്നിരിക്കുന്നത്. നീ ധൈര്യമുള്ള ആത്മാവാണെങ്കിൽ ഞങ്ങളുടെ മുന്നിലേക്ക് വാടി. എടി ജാനകി, നിന്റെ ഓലപ്പാമ്പ് കളിയൊക്കെ മറ്റുള്ളവരോട് മതി. ചുമ്മാ പിപ്പിടി കാണിച്ച് പേടിപ്പിക്കാതെ നേരിട്ട് വാ. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അതൊന്നും അനുസരിക്കാൻ നിൽക്കാതെ അടുത്ത അഭ്യാസമായിട്ട് വന്നിരിക്കുക. ഇനി നിങ്ങളോട് ക്ഷമിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. രണ്ടും മരിക്കാൻ തയ്യാറായിക്കോ. എന്തു പറ്റി ജാനകി? ഈ കാണുന്നത് സർഗത്തുൽ ഭാഷാവായി മന്ത്രിച്ചു തന്ന ഏലസ.
ഇത് ഞങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളെ തൊടാൻ പോലും കഴിയില്ല. ഗംഗയെ വരുണ്ണെ ഒന്നും ചെയ്യരുതെന്ന് നീ അന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ ജാനകി? ഇപ്പൊ ഞാൻ പറയുന്നൂടെ കേട്ടോ. ഗംഗയെ വരുണ്ണെ ഞങ്ങളങ്ങ് കൊന്നു കളഞ്ഞിട്ട് ഈ സ്വത്ത് മുഴുവനും കൈക്കലാക്കാൻ പോവാ. നിന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെ തടഞ്ഞു നോക്ക്. ഇനി ഈ വീട്ടിൽ നിന്റെ വിളവൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെപ്പറ്റി ഞങ്ങൾ ഭാഷാബായിയോട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന് നിന്നെ നിയന്ത്രിച്ചോളാമെന്നാ പറഞ്ഞിരിക്കുന്നേ. അതോടെ നീ തീരും ജാനകി. ഞങ്ങളുടെ കുറുക്ക് വരാതെ മര്യാദക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ നിന്നെ വെറുതെ വിട്ടേക്കും. അതിബുദ്ധി വല്ലോം കാണിച്ച ഭാഷാബായിയോട് പറഞ്ഞ് നിന്നെ അങ്ങ് ഭസ്മമാക്കി കളയും ഞങ്ങള്. ഇവരോട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല. ഗംഗയോട് പറഞ്ഞ് ഇവന്മാരെ ഇവിടുന്ന് പുറത്താക്കണം. കാര്യങ്ങൾ അവളോട് പറഞ്ഞാ അവളൊരു തീരുമാനം എടുത്തോളും. എന്താടി എങ്ങനെയുണ്ടാ? ആത്മാവ് പേടിച്ചോടിയത് കണ്ടില്ലടാ മോനെ നീ. ഭാഷാബായി സൂപ്പറാ. ഏലസിന് ഇത്രമാത്രം പവർ ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ല. അതേടാ, ആ ജാനകി ഇനി നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ലടാ. വാ, നേരെ ചെന്ന ഗംഗയുടെ കാര്യത്തിൽ കൂടി ഇന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം.